ഹലോ ഗൈസ്, അപ്പൊ എന്താണ്ട് ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് അറിയാവോ, ഇന്ന് കുക്കിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ അതിനകത്ത് എന്താണ് സംഭവം എന്ന് വെച്ചാല്, കുക്കിയുടെ ബർത്ത്ഡേ നമ്മൾ ശരിക്കും ഇപ്പൊ ചെയ്യാൻ പ്ലാൻ ചെയ്തില്ല. കാരണം എന്താണ്, ഡിജോ ദുബായിലാണ്. അപ്പൊ ഡിജോയ്ക്ക് ഭയങ്കര ആഗ്രഹം കുക്കിയുടെ ഫങ്ഷൻസിനും എല്ലാം വരണം എന്നുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേക്കും ഡിജോയ്ക്കും കൂടെ വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനു മുന്നേ നമ്മുടെ ഒരു 28/8 ഒരു ഫംഗ്ഷൻ നടന്നു. അപ്പൊ അതിന് കൂടാൻ പറ്റാഞ്ഞ എന്റെ സങ്കടം കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞായിരുന്നു, ഞാൻ ബർത്ത്ഡേക്ക് ഞാൻ ഫ്ലൈറ്റ് ഒക്കെ പിടിച്ചു വരൂടി, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കണ്ടോ, ഇടയ്ക്കൂടെ ഞാൻ വീഡിയോയും കൂടെ പറഞ്ഞു പോവാം, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇതിവിടെ കുക്കി ബർത്ത്ഡേ ഗേൾ കിടന്ന് ഉറങ്ങുവാണ്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ അവളെ വിളിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നും പറ്റിയില്ല. കുക്കി ഉറങ്ങുവാണ്. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് മുടി ചീവാന്ന് വിചാരിച്ചു. എന്റെ മുടിയുടെ ജട എല്ലാം കളഞ്ഞ് സെറ്റ് ആവണമെങ്കിൽ എനിക്കറിയത്തില്ല, മണിക്കൂറുകൾ വേണോ വർഷങ്ങൾ വേണോന്ന്. അങ്ങനെ ഞാൻ മുടി ചീവാണ് കേട്ടോ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ഡിജോയ്ക്ക് 28/8 ഫംഗ്ഷന് വരാൻ പറ്റിയില്ല. അപ്പൊ എന്തൊറ്റി? അപ്പം ഡിജോ ബർത്ത്ഡേക്കൊക്കെ വരുമെന്ന് പറഞ്ഞു. ഞാൻ ലീവൊക്കെ ചോദിച്ചു, വരുവടി. അപ്പോഴേ എനിക്കറിയാം എന്തുവാ, അങ്ങനെ എപ്പോഴൊന്നും അവർ ലീവ് കൊടുക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പുതിയ ജോബില് ജോയിൻ ചെയ്ത സമയത്ത് ഡിജോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈഫ് പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് എനിക്ക് വാവിനെ കാണാൻ പോണം, വൈഫിനെ കാണാൻ പോണം. അങ്ങനെ ആദ്യം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അവര് സമ്മതിച്ചത്. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഫ്രഷ് ആവുകയാണ്. ഇതെന്താണെന്ന് അറിയാവോ? ഇത് ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ അപ്പർ ലിപ്പ് എടുക്കുന്ന ഒരു സംഭവമാണിത്. അപ്പൊ ഈ സംഭവം വളരെ നല്ലതാണ്. നമ്മുടെ അപ്പർ ലിപ്പ് നമുക്ക് ത്രെഡ് ചെയ്ത് വേദന എടുത്തെടുക്കുന്നതിനെക്കാട്ടി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫംഗ്ഷന്റെ ദിവസമൊക്കെ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കൈതൊന്ന്. ഹാപ്പി ബർത്ത്ഡേ. ഈ കൈയല്ലേ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ. അങ്ങനെ പെട്ടെന്ന് എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഇത്. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ വരും. അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തിന്നുവാണ്. അപ്പം ദോശയും സാമ്പാറുമാണ്. അങ്ങനെ മമ്മി കുക്കിയെ പിടിക്കും കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് തിന്നുവാണേ. അങ്ങനെ കുക്കിക്ക് മമ്മി ഫുഡ് കൊടുത്ത്, പിന്നെ ഞാനും ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഒരുങ്ങാൻ വേണ്ടി വന്നു. അപ്പൊ കുക്കിയെ ഒരുക്കാന്ന് വിചാരിച്ചപ്പോ, എന്റെ വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചപ്പോ അവൾക്ക് ഫോൺ വേണം. ഫോൺ കൊടുത്ത് നമ്മള് ശീലിപ്പിച്ചിട്ടേ ഇല്ല. ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുത്തോണ്ടേ ഇരിക്കണം. വെറുതെ എന്തിനാണ് അവരുടെ കണ്ണൊക്കെ അടിച്ചു കളയുന്നത്? അതുകൊണ്ട് നമ്മൾ ശീലിപ്പിച്ചിട്ടില്ല. അത് കൊടുക്കാത്തതിനാണ് കേട്ടോ അവള് കരയുന്നത്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നതിന്റെ കൂട്ട് കാണിച്ചിട്ട് അങ്ങ് മാറ്റി. പെട്ടെന്ന് ഒരുക്കാന്ന് വിചാരിച്ചു. അപ്പച്ചനും വരുന്നു കുക്കിയെ കാണാനായിട്ട്, ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് കേട്ടോ. കുക്കിയുടെ മുടിയൊന്ന് കിട്ടിയേട്ടെ. അങ്ങനെ കുക്കിയുടെ മുടി പെട്ടെന്ന് ചീവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കഥ പറഞ്ഞു വന്നത് ഡിജോയ്ക്ക് ഇവിടെ വരണമായിരുന്നു. പക്ഷെ ലീവ് കിട്ടത്തില്ലല്ലോ പെട്ടെന്ന്. അങ്ങനെ ഡിജോ നിന്നാൽ ഞാൻ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പ്ലാനേ ഇല്ലായിരുന്നു കേട്ടോ, ഒരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷെ 23rd അവിടുന്ന് ഡിജോയുടെ പപ്പായ്ക്കും മമ്മിക്കും ഒക്കെ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ സർപ്രൈസ് ആയിട്ട് വന്നതാണ് കേട്ടോ. ഹലോ. യെല്ലോ ചുരിദാർ നല്ല രസമുണ്ട്, നല്ല രസമായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കും. നമ്മുടെ ബാബുക്കുട്ടി എന്ത് ചെയ്യ തൊട്ട് കാണിച്ച്? ബാബേ അപ്പച്ചനെ അറിയൂല്ലേ? അമ്മച്ചനെ ബാബുക്കുട്ടിയെ തൊട്ട് കാണിച്ച? അമ്മച്ചനെ ബാബുക്കുട്ടി വാ.
അമ്മച്ചിയുടെ ബാബുകുട്ടി അമ്മച്ചിയുടെ ബാബുകുട്ടി അമ്മച്ചിയുടെ ബാബുകുട്ടി എന്തേ അമ്മച്ചിയുടെ ബാബുകുട്ടി മോളെ ബാബുക്കുട്ടിയെ വിളിക്കുന്ന അമ്മച്ചിയാ വീഡിയോ കാണുന്നേ തിരുവാവേ വിളിക്കത്തില്ലേ അമ്മച്ചി? ആ അമ്മച്ചി എന്റെ സൗണ്ട് കേട്ടപ്പോഴേ ചാടി വിൻഡോയിലോട്ട് നോക്കി. അമ്മച്ചിയുടെ ബാബു വാ നീ അങ്ങോട്ട് മാറി വീഡിയോ കോൾ ചെയ്ത് അതൊക്കെ ചിരിക്കുക. കേട്ടോ. അങ്ങനെ അവര് വന്ന് മമ്മി എടുക്കുവാണ് കേട്ടോ. അങ്ങനെ മമ്മി എടുത്തപ്പോഴത്തേക്ക് കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തൊക്കെ കൊണ്ടുപോയി സ്റ്റാറും പിന്നെ കാക്കേനെയൊക്കെ കാണിച്ച് അങ്ങനെ കരച്ചിലൊക്കെ ഇങ്ങനെ മാറി മാറി വന്ന് ഇങ്ങനെ മമ്മിയെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അവള്. അപ്പോ എടുത്തു കഴിഞ്ഞാലോ കാക്ക 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 സ്റ്റാർ സ്റ്റാർ എന്തിയേ? മമ്മക്ക് സ്റ്റാർ കാണാൻ പറ്റുന്നില്ല, ഒന്ന് കാണിച്ചു തരാവോ സ്റ്റാർ എന്തിയേ? മമ്മക്ക് സ്റ്റാർ കണ്ടില്ലല്ലോ മമ്മ. അപ്പച്ചേ പറഞ്ഞില്ലയോ ബാബുക്കുട്ടിയെ വിളിക്കുന്ന അമ്മച്ചി ഇതേത് മീനച്ചിലാറാണോ? മീനച്ചിലാറാണോ? അപ്പച്ച ഒരു ചക്കര കുട്ടിയല്ലേ? അപ്പച്ച അപ്പച്ച കാണാൻ വന്നു. ഡാഡ രാവിലെ തന്നെ വിളിച്ചില്ല, ഇനി വിളിക്കണം. അപ്പച്ച പറഞ്ഞില്ലയോ ഇന്ന് വരുമെന്ന്? ഇന്നലെ തൊട്ട് പറഞ്ഞില്ലയോ ബാബുക്കുട്ടിയെ വിളിക്കുന്ന അമ്മച്ചി വരുന്ന അമ്മച്ചി? ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേടാ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഒരു വയസ്സായി. നിങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കൈ കൂട്ടി ചിരി, ഇങ്ങനെ രണ്ട് കൈ പൊക്കി. ഇങ്ങനെ കോമഡി പറഞ്ഞപ്പോ അവള് ഇന്ന് കരയാണ് കേട്ടോ. നമ്മള് കോമഡി പറഞ്ഞ ഒത്തിരി ശബ്ദത്തിലൊക്കെ ചിരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കരച്ചിൽ വരും. ഇതെന്താണെന്നറിയാം, അവർ കൊണ്ടുവന്ന് കുറെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കണ്ടോ. വാക്കർക്ക് കൊണ്ടുവന്ന് ഗിഫ്റ്റായിട്ട് എന്നിട്ട് സെറ്റ് ചെയ്യാണ്. ഇത് അവിടുന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഡിജോ സെലക്ട് ചെയ്തതാണ്. അല്ലല്ല, ഞാനും ഡിജോയും കൂടെ സെലക്ട് ചെയ്ത ഫോട്ടോസാണ്. പക്ഷേ ഡിജോ അത് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ നല്ല അടിപൊളി ഫോട്ടോസാണ്. അടിപൊളിയായിട്ട് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഒരു വീഡിയോ തന്നെ എടുക്കാനുണ്ട്, കഥ പറയാനുണ്ട്. ഇതിപ്പോ ഞാൻ പെട്ടെന്ന് കാണിച്ചപ്പോണ് കേട്ടോ. നമ്മുടെ വെഡിങ്ങിന്റെ ഫ്രെയിംസ് ആണ് ഇപ്പോഴാണ് കിട്ടിയത്. അതിന്റെ കൂടെ സർപ്രൈസ് ആയിട്ട് ഞാൻ അറിയാത്തൊരു കാര്യം കൂടെ ഉണ്ട്. അതാണ് ഇത് കുക്കിയുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു കൊളാജ് പോലത്തെ ഒരു ഫോട്ടോ ഫ്രെയിം. അത് അടിപൊളിയാണ് കേട്ടോ. സെന്ററിലെ ഞാനും കുക്കിയുടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യില് നടുക്ക് അവളുടെ ഒരു കാല് വെച്ചിട്ട് എടുത്ത ഫോട്ടോയാണ്. ഇതൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഇവിടെ എന്താണെന്ന് അറിയാൻ സംഭവിക്കുന്നത്, കുക്കി കിടന്ന് ഉറങ്ങുവാണ്. കാരണം എന്താണ്, 11 o'clock ഒക്കെ ആകുമ്പം രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾ ഉറങ്ങുന്ന ഒരു ഇതുണ്ട്. ആ സമയത്താണ് പപ്പായും മമ്മിയും വന്നത്. അന്നേരം പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ അവള് പിന്നെ എനിക്കൊന്നൊരു 12 ഒക്കെ ആയപ്പോ ഉറക്കം വന്നിട്ടേ, ഭയങ്കര ഉറക്കം. എന്നാ പിന്നെ അവൾ ഉറങ്ങട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇത് ക്യൂട്ട് ബർത്ത്ഡേ ക്യാപ്പാണ് കേട്ടോ. അവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത്. ആ ഡ്രസ്സ് നമ്മൾ മാച്ച് ചെയ്ത് വാങ്ങിച്ചതാണ്. അത് നമ്മൾ ആ ദിവസം ഇടാവുന്ന വേണ്ടി പുതിയതായിട്ട് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ. അതിന് അടിപൊളിയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് സാലഡും അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാണ്. പിന്നെ അടിപൊളി അവർ കൂടെ തന്ന നാരങ്ങ അച്ചാർ. പിന്നെ വെജ് ഫ്രൈഡ് റൈസ് നമ്മൾ പപ്പായ്ക്കും കസിനും കൂടെ വാങ്ങിച്ചു. കാരണം കസിൻ നോയമ്പായിരുന്നു. പിന്നെ പപ്പ ചിക്കൻ അധികം തിന്നത്തില്ല, മൈ ഡാഡ്. അങ്ങനെ പിന്നെ ഞാനിവിടെ നിന്ന് പെട്ടെന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവൾ ഉറങ്ങുമായിരുന്നു. അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉറക്കത്തിന് എഴുന്നേറ്റ് ഗ്ലാസ്സസ് വെച്ച് ഒന്ന് ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ പപ്പായും മമ്മിയും അവിടെ നിന്ന് കൊണ്ടുവന്ന ഡെക്കറേഷൻസ് ആട്ടോ. അപ്പൊ നമ്മളത് പെട്ടെന്ന് വെച്ചു. കാറ്റുകൊണ്ട് കുറെ പറന്നൊക്കെ പോയിട്ടുണ്ട്. പിന്നെന്താ, ബലൂൺസ് ഒക്കെ ഊതി അവിടെയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ കുക്കിക്ക് ക്യാപ്പും കണ്ണാടിയും ചെരുപ്പും ഒക്കെ ഇട്ട്, ചെരുപ്പൊക്കെ പുതിയതായിട്ട് വാങ്ങിച്ച കീക്കി ഒക്കെ അടിച്ച് ലൈറ്റൊക്കെ കത്തുന്ന 2 ചെരുപ്പ് വാങ്ങിച്ച. എൻ്റെ അകത്തെ ഒരു ചെരുപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ പെട്ടെന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓൺ ദ സ്പോട്ട് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുക്കിക്ക് ഒരു സെലിബ്രേഷൻ ഡേ ആയി മാറി. ഡിജോ വരുമ്പോ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം, ഡിജോയ്ക്ക് ഒരു സന്തോഷാവട്ടെ. അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാറായി ഗൈസ്.
ഊതിക്കേ ഊതിക്കേ. Happy birthday to you. Happy birthday to you. Happy birthday dear Sierra. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Sierra. Happy birthday to you. Clap, 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 clap. എല്ലാരും കൊച്ചിന് കേക്ക് കൊടുത്തേ. എല്ലാരും കൊച്ചിന് കേക്ക് കൊടുത്തേ. ഒരു നുള്ള്. ഓക്കേ. ഇനി പപ്പ എന്തായാലും കരയാതിരിക്കുന്നു. പപ്പ കൂടെ ജോയിലും കൊടുക്ക്. ഒരു നുള്ളു ഒരു ശകല ശകലം നീ കൊണ്ടുപോയിക്കോട്ടെ. കൊടുക്കാം കൊടുക്കാം കൊടുക്കട്ടെ. നീ പോ. നീ ചെല്ലു. മക്കളെ ജോയില് പപ്പയും കൂടെ ഇച്ചിരി ഇച്ചിരി അവക്ക് വെച്ചു കൊടുക്ക്. ആ ഒരു ശകലം വരാം 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 വരാം. ഒരു നുള്ളു. ആ ഇനി ഗ്ലെന്നെ മക്കളെ ആനെ മേരി ചേച്ചി നിങ്ങളും കൂടെ വയ്ക്കുക. എന്നിട്ട് ഞങ്ങള് വരാം. ശകലം ശകലം. വാവേ 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 കേക്ക് കേക്ക് കേക്ക്. ആ മധുര കുഴപ്പമില്ല. മക്കളെ ഗ്ലെന്നെ കൊടു. ഗ്ലെന്നെ കൊടുടാ. ഗ്ലെന്നെ കൊടു മോനെ. നോക്കട്ടെ. വാവേ വാവേ ഗ്ലെന്നെന്താ പിടിച്ചോ. ആ കൊടുത്തില്ലേ. അത് വീഡിയോ, ഇത് റെക്കോർഡിംഗ്. ഡൗൺലോഡ് ചെയ്ത് തരും. ഡൗൺലോഡ് ചെയ്ത് തരും. കൊച്ചിന്റെ മമ്മിക്ക് കൊടുക്കാൻ കേട്ടോ. ലേശം അതിന് കട്ടിയുണ്ട്. തോന്നിട്ടുണ്ടോ? നോക്ക്. മമ്മി തിന്നു വേണ്ട. അവിടെ തിന്നുന്നേ. ഉച്ചക്കത് ഫുഡോ? കഴിക്കുവാന്നോ ഇപ്പൊ? കേട്ടില്ലടാ. എന്തുവാ? അങ്ങനെ നമ്മളെല്ലാരും സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് കുറച്ച് ഫോട്ടോ കുക്കിയുടെ എടുത്താണ് കേട്ടോ. കുറച്ച് വീഡിയോസും എടുത്തു. അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു? പപ്പായും മമ്മിയും ഉണ്ടായിരുന്നു. ഡിജോയുടെ പപ്പായും മമ്മിയും, പിന്നെ എൻ്റെ ബ്രദറും, പിന്നെ ഡിജോയുടെ കസിൻ അച്ഛനും വൈഫും മോനും, പിന്നെ അച്ഛനും മമ്മി. ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവര് നമ്മുടെ അടുത്ത് തന്നെയാണ് വീട്. അതുകൊണ്ടാണ് അവര് വന്നത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടെയും വാവയും ഉണ്ടായിരുന്നു. വാവയും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉറങ്ങാനും ഒക്കെ ഉള്ള ടൈമായി. അങ്ങനെ അവര് പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്.
ഓക്കെ എല്ലാരും ബൈ പറഞ്ഞു എല്ലാരും അങ്ങനെ അവരൊക്കെ പോയി. ഇവിടെ കുക്കി ഒരു വഴിയായി ഫേസിലൊക്കെ കേക്കൊക്കെ തേച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഞാനൊരു പീസ് കേക്കും പോയി എടുത്ത് തിന്ന് കുറച്ച് ഫോട്ടോയും എടുത്തു. പിന്നെ ഇത് കണ്ടോ, അങ്ങനെ നമ്മള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇവരെ കാണിക്കാൻ വേണ്ടി ക്യൂട്ട് ലെഹങ്ക ഒക്കെ ഇട്ടു. ഇതൊരു ലെഹങ്കയാണ് കേട്ടോ, പിങ്ക് ഹോട്ട് പിങ്ക് ഷെയ്ഡില് ബാക്കിൽ ക്രിസ് ക്രോസ് ഒക്കെ വരുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു ലെഹങ്കയാണ്. ഒരു ദുപ്പട്ടയൊക്കെ ഉണ്ട്. ഇത് കുക്കിയുടെ ഫസ്റ്റ് ലെഹങ്കയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് അങ്ങനെ മമ്മി കണ്ടപ്പോൾ മമ്മിക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുക്കിക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. കുറെ നേരമൊന്നും ഇരിക്കത്തില്ല ഒരിടത്ത്, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറെ നേരം ഇങ്ങനെ കൊണ്ട് നടക്കണം. അങ്ങനെയൊക്കെയാണ് കുക്കിയുടെ ആഗ്രഹങ്ങൾ. അങ്ങനെ പിന്നെ അവിടെ ഇരിക്കുന്ന പേഴ്സൊക്കെ എടുത്ത് പേഴ്സൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരുന്നു. അതുപോലെ തന്നെ ഇവരും ഇങ്ങനെ പതുക്കെ പോവാനായി ഒക്കെ വരുവാണ്. അങ്ങനെ പപ്പായും ഒക്കെ കണ്ടു ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്. അങ്ങനെ പപ്പായും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മളിതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോയും കൂടെ എടുത്തു. കുക്കിയുടെ ബാക്ക് സൈഡ് ഈ ക്രിസ് ക്രോസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ടോപ്പാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലൊരു ബൂട്ടായും കൊടുത്തിട്ടുണ്ട്, ഒരു എംബ്രോയിഡറി. അതുപോലെ തന്നെ ഈ ദുപ്പട്ടൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇവര് പോവാണ്. അപ്പൊ ഇവര് കാറിനകത്ത് എന്താണ് വെക്കുന്നേന്ന് നോക്കണ്ടേ. അതാണ്ടേ വലിയ മരത്തിലെ ചക്ക. മമ്മിക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ്, ഡിജോയ്ക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ മമ്മി കൂളായിട്ട് എടുത്തോണ്ട് പോന്നു. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു ഈ ചുരിദാറിന്റെ ഷോളിലും ചുരിദാറിലൊന്നും ഇതിന്റെ കറയാവാതെ നോക്കാനായിട്ട്. അന്നേരം പപ്പ കുറച്ച് ചാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. പേപ്പറൊക്കെ എടുക്കാൻ പോയി എന്റെ തണ്ടിന്റെ അവിടെ വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ എന്റെ കറയൊക്കെ പോവും. അങ്ങനെ ഇവിടുത്തെ കുറച്ച് ഓർഗാനിക് ഫുഡ്, കരിയാപ്പല, കുറച്ച് കാന്താരി മുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറിച്ച് കൊടുക്കുവാണ്. അപ്പൊ അവിടെ ആവുമ്പോ അവർക്ക് ഫാമും കാര്യങ്ങളൊന്നും നമുക്ക് സിറ്റി ഏരിയയിലില്ല. അപ്പം ചക്കയാണെങ്കിലും ഡിജോയ്ക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ ഇറങ്ങാറായപ്പം കുക്കിങ്ങിന് വേണ്ട അനങ്ങാതെ മുട്ടിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവരുടെ കൂടെ. മുട്ടി എന്ന് പറയുമ്പം ഇങ്ങനെ തല ഇങ്ങനെ കൊണ്ടുവരും, തല അടുപ്പിച്ച് ആ ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവര് പോന്നെന്ന് പറഞ്ഞപ്പോ അതാ ഫ്ലൈങ് കിസ്സും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ടാറ്റായും ഒക്കെ പറഞ്ഞിരിക്കുവാണ് കേട്ടോ. ഇവര് പോന്നെന്ന് മനസ്സിലായി. ഇനി അവിടെ വരുമ്പോ എവിടെ എങ്ങനെ ഇങ്ങനെ 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 ചക്കട ഇങ്ങനെ ഇങ്ങനെ മുട്ട് താങ്ക് യു. ഒരു മുട്ടിനൊരു താങ്ക്സ്. മുട്ട് അമ്മച്ചേർത്ത് മുട്ട് മുട്ടി വന്ന് ഇപ്പൊ സമയം പോകാറായി, പോകാൻ സമയമായി. മുട്ടി വന്നപ്പോ പോകാൻ സമയമായി. അതാണ് കുഴപ്പം. അമ്മയുടെ പറിച്ചു കൊറേ ചക്കയ്ക്ക് ഒരാള് കണ്ടോ, ഒരാള് ബായ് പറയുന്നു, കണ്ടരിയിട്ടില്ലെന്ന് പറയുന്നു. തന്നെ സമയായെന്ന് മനസ്സിലായി. നമ്മള് വളരെ ഇഷ്ടപ്പെട്ടില്ല, നീ അത് പറഞ്ഞാ പോരെ. പോയപ്പോ ടാറ്റ പറയണ്. ഞങ്ങള് ടാറ്റ പറഞ്ഞ് വിട്ടുന്നില്ല. ബായ് ബായ്. പോയി തരുമോ? അങ്ങനെ അവരെല്ലാം പോയി തളർന്നിങ്ങനെ സോഫയിൽ കിടന്നപ്പോഴാണ്
താണ്ടേ ക്രിസ്മസിന്റെ കരോള് വന്നു. കൊറേ പയ്യന്മാരൊക്കെ വന്ന് സാന്റക്ലോസിന്റെ ഇതൊക്കെ ആയിട്ട് ഡാൻസ് ചെയ്തു. ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് കുക്കിയെ പോയി എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. നല്ല ഡാൻസും പാട്ടും നല്ല രസമുള്ള സോങ്സ് ഒക്കെ ഇട്ട് അവരിങ്ങനെ സാന്റക്ലോസിന്റെ ഇതില് കളിക്കുക. അപ്പൊ ഞാൻ വീഡിയോയും എടുത്തു, കുക്കിയെ കൊണ്ടുവന്ന് കാണിച്ചു. കുക്കി ഇങ്ങനെ നോക്കി പാട്ടും ഇത് ലൈറ്റും ഒക്കെ കണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ലൈറ്റ് ഒരു ജീപ്പിന്റെ പുറത്തായിരുന്നു കേട്ടോ അവര് വെച്ച്. അപ്പൊ പാട്ടിനനുസരിച്ച് അത് ഈ ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് കുക്കിയെ കണ്ടപ്പോഴത്തേക്കും ആ ജീപ്പ് പിന്നെ അവര് ഇച്ചിരി അകത്തോട്ടും കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് അകത്തോട്ട് ഇച്ചിരിയും കൂടെ ലൈറ്റ് കൂടുതലായിട്ട് വന്നങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയും കൂടെ എടുത്തു. നമ്മളും കൂടെ വെച്ചിട്ട് കുക്കിയുടെ എക്സ്പ്രഷനൊക്കെ കാണാനായിട്ട്. അങ്ങനെ കുക്കി നോക്കിയിരിക്കുകയാണ് കേട്ടോ, ഇതെന്താണ് സംഭവം. അങ്ങനെ കുക്കി അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇവര് പോകാറായപ്പോ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമോന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഫോട്ടോയും കൂടെ എടുത്ത് കേട്ടോ. അപ്പൊ അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാല് കുക്കിയുടെ കുറേ ഗിഫ്റ്റ്സും ഡ്രസ്സസും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. ഇത് അവിടുന്ന് പപ്പായും മമ്മിയും ട്രിവാൻഡ്രത്തുനിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പ്ലം കേക്കും പിന്നെ നട്ട്സിന്റെ മിക്സ്ചറും ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ബർത്ത്ഡേ ഗേൾ ഇവിടെ ഇരുന്ന് ക്യാപ്പൊക്കെ ആയിട്ട് ക്യാപ്പിനകത്ത് സ്പൂണും ഒക്കെ ഇട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പോവാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.